ഞാനിന്ന് 2 പ്രോഡക്റ്റിനെ പറ്റി പറയാനാണ് വരുന്നത്. എനിക്ക് യൂസ് ചെയ്തു, കുറച്ച് മാറ്റം തോന്നി, എന്നെ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ മിക്കവാറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഭയങ്കര പൈസ കൊടുത്ത് മേടിക്കുന്നതിനെക്കാട്ടി നമ്മളുടെ സാധാരണക്കാർക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ യൂസ് ചെയ്ത കുറച്ച് ഉപയോഗമുള്ളതായിട്ടുള്ള സാധനം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം നമുക്ക് ഡെയിലി സാധാരണക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തൊക്കെ മേടിക്കാൻ പറ്റുമോ അതാണ് നമുക്ക് നോക്കാറുള്ളത്. അങ്ങനെ നോക്കിയാൽ ഞാൻ യൂസ് ചെയ്ത 2 സാധനമാണ്. നമ്മുടെ പേസ്റ്റിനെ പറ്റിയാണ് ഞാനത് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ടൂത്ത് പേസ്റ്റിൽ കോൾഗേറ്റ്, പെപ്സോഡൻറ്റ്, പിന്നെ പല്ലുവേദനയ്ക്ക് വേണമെങ്കിൽ ഡോക്ടർമാർ ഏതോ പറഞ്ഞ സെൻസോഡൈൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പല്ലുവേദനയ്ക്ക് വേണ്ടിയിട്ട് അല്ലാതെ പല്ല് വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നു. ബാക്കിയുള്ളതെല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കി. എനിക്ക് വലിയ ബെനിഫിറ്റായിട്ടൊന്നും തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ തേക്കുമ്പോൾ വായിക്കത്ത് കൊള്ളുന്ന ഒരു ഫീലും കാര്യങ്ങളും മാത്രമേ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം കെമിക്കലാണെന്ന് നമുക്ക് തന്നെ അറിയാം. ഇതിൽ ഇച്ചിരിയെങ്കിലും ഒരു പല്ല് വേദന കുറയുക, അല്ലെങ്കിൽ പല്ലിന് ഇച്ചിരി നിറം വയ്ക്കുക, അങ്ങനെയൊക്കെ ഇത്തിരി കുറച്ച് നേരം ഈ മഞ്ഞയൊക്കെ ഒന്ന് മാറുക, അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൊരു പേസ്റ്റായിട്ട് എനിക്ക് ഞാൻ യൂസ് ചെയ്തു എനിക്ക് ഇച്ചിരി ബെനിഫിറ്റായിട്ട് തോന്നിയ ഒരു സാധനമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതിലാദ്യം കോൾഗേറ്റിന് തന്നെ യൂസ് ചെയ്യുന്ന അല്ലെ ഒരു ജെൽ ടൈപ്പ് പോലത്തെ ഉള്ളതും അല്ലാതെ ഒരു ചുണ്ണാമ്പ് ടൈപ്പ് ഉള്ളതൊക്കെ. ചുണ്ണാമ്പ് ടൈപ്പ് ഉള്ളത് തന്നെയൊക്കെ പറയുകയാണെങ്കിൽ ഈ പണ്ട് പിമ്പിൾസൊക്കെ വന്നപ്പം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മോക്കൊരു പെട്ടി തനിയെ പോകുന്നു. അങ്ങനെയൊക്കെ ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പോയിട്ടില്ല. പുള്ളി അവിടെ അത് കറുത്ത പാടായി. പിന്നെ അത് മാറാനായിട്ട് വേറെ എന്തൊക്കെ വെളുത്തുള്ളി വരെയൊക്കെ പണ്ട് വ്യക്തി കാണുന്നതെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഇടയ്ക്ക് വന്നൊരു സാധനമാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇത് ഞാൻ കുറച്ച് നാളായി ഇതിൽ ഇനിയും അതുപോലെ തന്നെ നിറയെ ഇരിപ്പുണ്ട് ഈ സാധനം കേട്ടോ. കുറച്ച് യൂസ് ചെയ്ത് നോക്കി. അങ്ങനെയാണല്ലോ നമ്മൾ കുറച്ച് ഒരു സാധനം പെട്ടെന്ന് യൂസ് ചെയ്താൽ നിറമൊന്നും വരത്തില്ല. കുറച്ച് സമയം യൂസ് ചെയ്തുകൊണ്ടിരുന്നാലേ എല്ലാം വരുത്തുള്ളൂ എല്ലാവരും പൊതുവേ പറയാം. അങ്ങനെ യൂസ് ചെയ്ത സാധനമാണ് നമ്മുടെ രശ്മിക മന്ദാന പരസ്യത്തിലൊക്കെ കാണുന്ന സാധനമാണ് ഗോൾഗേറ്റിൻ്റെ പർപ്പിൾ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേസ്റ്റാണ്. അപ്പം ഇത് വന്നിട്ട് എല്ലാവർക്കും അറിയാം, പർപ്പിൾ കളർ തന്നെയാണ് ഇത് വരുന്നത്. അങ്ങനെ ഞാൻ ഈ സാധനം വാങ്ങിച്ച കഥയാണ് മെയിനായിട്ട്. ഇത് വാങ്ങിച്ച് എൻ്റെ പല്ല് ഇച്ചിരി ഇതായിട്ട് കൂടി വരുന്നത് കൊണ്ടിട്ട്, അപ്പം പല്ലിൽ മഞ്ഞ കളറൊക്കെ വരുന്നത് കൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഒരെണ്ണം മേടിക്കണം, എനിക്ക് സാധനം വേണം, എനിക്ക് ഞാൻ പോയി മേടിക്കുകയാണ്. കടയിലൊക്കെ ചെന്ന് നോക്കി, പോത്തസ്, കുഞ്ഞിൽ ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ രാമചന്ദ്രൻ ഏറ്റവും ഇച്ചിരി വില കുറവായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അവിടേക്ക് തന്നെ വലുതേ ഉള്ളൂ, പിന്നെ കുഞ്ഞു സാധനമൊന്നും കിട്ടാനില്ല. അപ്പോൾ ഈ ചെറുത് എവിടെ കിട്ടും? ചെറുതുണ്ടെങ്കിൽ വാങ്ങിച്ച് നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയത് എപ്പോഴും ചെറുതാണല്ലോ. അതിന് ചെറുതൊന്നും കിട്ടില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓൺലൈനായിട്ട് നോക്കിയപ്പം ഇതിനൊരു 220 രൂപ അടുപ്പിച്ചായി. ഈ സാധനം ഞാൻ മേടിച്ച് തേക്കുമ്പോൾ മാത്രം ഇൻസ്റ്റൻ്റായിട്ട് നിറഞ്ഞു. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിറമൊന്നും കാണുന്നില്ല. പക്ഷെ നല്ല ഭംഗിയാണ്. ബാക്കിയൊക്കെ നീല കളർ, പുതിയൊരു വെള്ള കളർ കാണുന്നു. അപ്പോൾ നീല കളറിൽ വന്നപ്പോൾ കൊള്ളാം, നല്ല രസമുണ്ട്, കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ റിസൾട്ട് ഇല്ല. അതിന് വേണ്ടിയിട്ട് എനിക്ക് യൂസ് ചെയ്ത് നോക്കി. ഒരു 2-3 ദിവസമൊക്കെ ചേർത്തത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കി. നല്ല വെയിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അത് കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂമൊക്കെ കഴുകാനായിട്ട് ഇത് ഞെക്കി പിഴിഞ്ഞ് നന്നായിട്ട് കഴുകി ഇറക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 2-3 വർഷത്തിനടുപ്പിച്ച് ഇപ്പം യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മളുടെ ഇത്. ഓക്കെ, KP സമ്പുദേശിൻ്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് എന്നുള്ള സാധനം. ഇതിൻ്റെ ജെൽ ടൈപ്പ് ഉണ്ട്. ഞാനത് യൂസ് ചെയ്തു. എനിക്കത് വലിയ ഉപയോഗമായിട്ട് തോന്നിയില്ല. അത് വന്നിട്ട് നമ്മുടെ ആര്യവേപ്പിൻ്റെ സാധനമാണെന്നും പറയും. KP സമ്പുതിരിപ്പാടിനെ ഇറക്കുന്നതാണ്. വലിയ കൊള്ളാമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ പണ്ടത്തെ പൽപ്പൊടിയൊക്കെ അറിയാം, നമ്മൾ രാവിലെ പല്ലിരിക്കുന്ന പൽപ്പൊടി. ആ പൽപ്പൊടിയുടെ ഒരു ടേസ്റ്റാണ്. ഇത് വന്നിട്ട് ഒരു ക്രീം ടൈപ്പ് ഒരു കളറാണ് ഇതിന്. പക്ഷേ സാധനം നല്ല സാധനമാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തു. പല്ല് വേദനയ്ക്കൊക്കെ ശരി കുറവായിട്ട് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് തേച്ച് പല്ല് വേദന പോയി എന്നങ്ങനെയല്ല. നമ്മൾ ഈ മറ്റതൊക്കെ തമ്മിൽ ഭേദം തമ്മിൽ എന്ന് പറയുന്ന പോലെ ഇതിലേക്ക് ഉപയോഗിച്ച് നോക്കുമ്പം അതിനെക്കാട്ടിയൊക്കെ ഇച്ചിരി ബെറ്ററായിട്ട് ഇത് എനിക്കൊന്ന് ഫീലായി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുറേ സംഗതി നെല്ലിക്കയും ഗ്രാമ്പും പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പൊതുവേ ഇതൊക്കെ കെമിക്കൽസാണ് വരുന്നത്. പക്ഷേ ഇത് കുറച്ച് കുറവായിട്ടൊക്കെ എനിക്ക് തോന്നി. ഹെർബൽ പ്രൊഡക്റ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ നിറത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നല്ല വെളുത്തുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, എങ്കിലും കുഴപ്പമില്ല. ആവറേജ് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 90 രൂപയുള്ളൂ. ഇതിൻ്റെ 20 രൂപയുടെ ചെറിയ പാക്കറ്റും കിട്ടും നമുക്ക്. ഞാനതും യൂസ് ചെയ്യാറുണ്ട്. മറ്റേത് ഉപയോഗിച്ച് നോക്കുമ്പോൾ കോൾഗേറ്റ് പെപ്സോഡൻറ്റ് പോലെ സാധനം ഉപയോഗിച്ച് നോക്കുന്നതിനെ വെച്ച് നോക്കുമ്പം ഇത് കുറച്ചുകൂടെ കൊള്ളാവുന്ന സാധനമായിട്ട് എനിക്ക് തന്നെ എൻ്റെ രീതിയിൽ എനിക്ക് നന്നായിട്ട് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. പിന്നെ ഇതിനെ പറ്റി
എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, അത് തന്നെയാണ് സാധനം. വേസ്റ്റിലൊക്കെ എന്തിരിക്കുന്നു എന്നുള്ളവർക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് രാവിലെ എണീറ്റൊരു പല്ല് വേദന എന്നതുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ആ ഒരു ദിവസം ഫുള്ള് പോകും അല്ലേ. അപ്പം അത് വരാതെ മാക്സിമം പണ്ടൊക്കെ ഉടുക്കിരിയൊക്കെ നമ്മൾ ഉടുക്കിരിയൊക്കെ തേച്ച് നമ്മുടെ പല്ലൊക്കെ പോറൽ വീഴുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിനെക്കാട്ടി കുറച്ച് ഈ വാഴയുടെ സ്മെല്ലും കാര്യങ്ങളും ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ബെസ്റ്റ് സാധനം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ കുറച്ച് കൊള്ളാവുന്ന സാധനമായിട്ട് എനിക്ക് ഈ പേസ്റ്റ് തോന്നി. വലിയ കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പം ഇത് വാങ്ങിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കുക, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പൈസ വെറുതെ ഇരിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യുക, കുറച്ച് വാങ്ങിച്ച് കളയാൻ എന്ന് തോന്നുന്നെങ്കിൽ യൂസ് ചെയ്യുക. അതല്ല നമുക്ക് സേവ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കി, എനിക്ക് ഡെയിലി ഉള്ള നമ്മളുടെ കാര്യങ്ങളിൽ ഈസി ആയിട്ട് എന്തൊക്കെ എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു സാധനം, നമ്മൾ വാങ്ങിക്കുന്ന സാധനം കൊള്ളാവുന്നതാണോ, അങ്ങനെയൊക്കെ തോന്നുന്നു കുറച്ച് സാധനത്തിനെ പറ്റി മാത്രമേ വീഡിയോ. അപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.